മാർക്കറ്റിൽ ഒരു ഹോട്ട് കേക്ക് ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് താർ റോക്സ് എന്ന് പറയുന്നത്. അതായത് താറിൻ്റെ 5 ഡോർ മോഡൽ. എനിക്കും അത് വാങ്ങിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ കുറേ ആളുകൾ ആ ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഫിനാൻഷ്യലി ഈ താർ റോക്സ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറി ആളുകൾക്കുള്ളതല്ല. ഫിനാൻഷ്യലി ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്താലും ഭാവിയിൽ എനിക്കൊരു കോടീശ്വരനായി മാറണം, അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ സമ്പന്നനായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ മാസം നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു താർ റോക്സ് വാങ്ങിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ടോട്ടലി ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ വീഡിയോയുടെ അവസാനം അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോകളിൽ ഓരോ പുതിയ NFO വരുമ്പോഴും നമ്മൾ ആ NFOകളെ പരിചയപ്പെടുത്താറുണ്ട്. മാക്സ് ലൈഫിൻ്റെ നിഫ്റ്റി 500 മൊമെന്റം 50 NFO വന്നിട്ടുണ്ട്. ഇതൊരു ഫ്ലെക്സി ക്യാപ് ഇൻഡെക്സ് ഫണ്ടാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ NAV വാല്യൂ എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. ലാർജ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലെ 500 കമ്പനികളിൽ നിന്നും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 50 കമ്പനികളിലാണ് ഇവിടെ ഫണ്ട് നിക്ഷേപിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത, എന്നാൽ റിസ്ക് അധികം എടുക്കാതെ നല്ല റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് FD RD അല്ലെങ്കിൽ ചിട്ടിയിലൊക്കെ ഇടുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, എത്രയോ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഈ ബെഞ്ച് മാർക്കിൻ്റെ മുൻ പെർഫോമൻസ് നോക്കിയാൽ ഓഗസ്റ്റ് 2023 ലോഞ്ച് ചെയ്ത സ്മോൾ ക്യാപ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ 2024 ഓഗസ്റ്റ് ആയപ്പോഴേക്കും, അതായത് വെറും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 47% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 500 മൊമെന്റം 50യുടെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 33.9%, 25.4%. അപ്പോൾ മാക്സ് ലൈഫിൻ്റെ നമ്മുടെ പുതിയ ഫണ്ടും ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള റിട്ടേൺസ് തന്നെ ജനറേറ്റ് ചെയ്യാനാണ് സാധ്യത. അതായത് നിങ്ങൾ 2014 ഇതിനകത്ത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 2024 ആകുമ്പോൾ ഏകദേശം 9,30,000 രൂപ നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് ലഭിച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു NRI ഒക്കെ ആണെങ്കിൽ മാസം ഒരു 18,000 രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 3 കോടി വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അത് തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഈ വീഡിയോയുടെ അവസാനം വളരെ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കാരണം ഇത് വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരുപെട്ട നല്ല NFOകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 25 എന്നുള്ളത് നമുക്ക് ഏകദേശം കഴിഞ്ഞ 10 വർഷത്തെ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മളൊരു കാറ് വാങ്ങിക്കുന്നതിന് ഒരു റൂളുണ്ട്, 20-4-10 റൂൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ റൂളിലെ 20 എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കേണ്ട ഡൗൺ പേയ്മെന്റ് ആണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കാറിന്റെ വിലയുടെ 20% നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കുക. അടുത്ത് വരുന്ന 4 എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് നമ്മൾ മാക്സിമം ലോൺ എടുക്കാവൂ എന്നാണ് ഈ ഒരു റൂൾ പറയുന്നത്. അപ്പോൾ നോക്കിയപ്പം ചില ബാങ്കുകൾ 7 വർഷം വരെയും ചില റെയർ ബാങ്കുകൾ 10 വർഷം വരെയൊക്കെ കാർ ലോൺ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ 4 വർഷം എടുക്കാവുള്ളതാണ് ഈ റൂള് പറയുന്നത്. അപ്പോൾ റൂളിന്റെ വിട്ടിട്ട് നമുക്ക് അല്ലാതെ പറയാം, ഞാൻ റൂള് പറയുകയാണ്. പിന്നെ ഇതിൽ വരുന്ന 10 എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് ആണ്. അതായത് നമ്മൾ ഒരു മാസത്തെ സാലറി, നമ്മുടെ മന്ത്ലി ഇൻകത്തിന്റെ 10% മാത്രമേ നമ്മുടെ ഒരു കാറിൻ്റെ EMI, അതിന് നമ്മൾ അടിക്കേണ്ടി വരുന്ന പെട്രോള്, അതിൻ്റെ ഇയർലി വരുന്ന മെയിൻ്റനൻസും ഇൻഷുറൻസും എല്ലാം കൂടെ മന്ത്ലി ബേസിസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരും. അപ്പോൾ ആ എമൗണ്ടും അതിൻ്റെ EMIയും ഇതിന് നമ്മൾ അടിക്കുന്ന പെട്രോളും എല്ലാം കൂടെ നമ്മുടെ മന്ത്ലി സാലറിയുടെ 10% മാത്രമേ വരാവൂ എന്നാണ് ഈ റൂള് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ റൂള് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് വണ്ടി ഓടിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് വണ്ടി ഓടിക്കുന്ന 70% ആളുകൾക്കും അല്ലെങ്കിൽ 80% ആളുകൾക്കും അവരിന്ന് ഉപയോഗിക്കുന്ന വണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ റൂളിൻ്റെ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ്സുകാരന് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഭേദഗതികളൊക്കെ ഈ റൂളിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡൗൺ പേയ്മെന്റിൽ എന്തായാലും മാറ്റങ്ങളൊന്നും ഞാൻ വരുന്നില്ല, 20% തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ലോൺ ഇയർ എന്ന് പറയുന്നത് 4 വർഷം കൊണ്ട് ഒരുപെട്ട മിഡിൽ ക്ലാസ്സുകാർക്ക് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനത് 4 വർഷം എന്നുള്ള 7 വർഷമാക്കുന്നു. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് 10% എന്നുള്ളത് അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്താം. അപ്പോൾ മഹീന്ദ്ര താർ റോക്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡീസൽ വേരിയന്റ് നമുക്ക് നോക്കാം. പെട്രോൾ വേരിയന്റ് SUV പെട്രോൾ വേരിയന്റ് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ടോർക്ക് എപ്പോഴും കൂടുതൽ ഡീസൽ വേരിയന്റിന് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു SUV വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഡീസൽ വണ്ടിയുടെ ഒരു ഫീലൊന്നും നമുക്ക് ഒരിക്കലും പെട്രോൾ വണ്ടിയിൽ SUV കിട്ടില്ല. സോ താർ റോക്സിന്റെ പെട്രോൾ വേരിയന്റ് ഞാനിതിൽ കണക്കാക്കുന്നില്ല, ഡീസൽ വേരിയന്റ് ആണ് നോക്കുന്നത്. ഡീസലിന്റെ ബേസ് വേരിയന്റ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 13,99,000 രൂപയാണ്. അപ്പോൾ 1000 രൂപയുടെ വ്യത്യാസം നമുക്കത് 14 ലക്ഷം എന്ന് പറയാം. 14 ലക്ഷം രൂപയെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഡീസൽ ബേസ് വേരിയന്റിന് വരുന്ന പ്രൈസ് 14 ലക്ഷം രൂപ. അപ്പോൾ ഈ എക്സ്-ഷോറൂം പ്രൈസ് കൊണ്ട് ഒരു കാര്യമില്ല, അത് വണ്ടിയുടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും
ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞൊരു റേറ്റ് വരും. അതിൽ ആ വിലയ്ക്കാണ് ശരിക്കും നമുക്ക് വണ്ടി കിട്ടുന്നത്. ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി വിലയുടെ 1% TCS വരും. അപ്പോൾ 13,99,000 1% എന്ന് പറയുമ്പോൾ ഏകദേശം 13,990 രൂപ, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് നമുക്ക് 14,000 രൂപ എന്ന് പറയാം. അതുപോലെ റോഡ് ടാക്സ് ഏകദേശം 13% വെച്ച് നോക്കുകയാണെങ്കിൽ 1,81,870 റുപ്പീസ്. പിന്നെ രജിസ്ട്രേഷൻ ചാർജ് 600 രൂപ, ഹൈപ്പോത്തിക്കേഷൻ എൻഡോസ്മെന്റ് ചാർജ് 1,500 രൂപ, റോഡ് സേഫ്റ്റി സെസ് വരുന്നുണ്ട്, അത് ഏകദേശം 2,518 രൂപ, അത് ചാർജസ് 400 രൂപ. ഇൻഷുറൻസ് വരുമ്പോൾ നമ്മളെപ്പോഴും ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ആവറേജ് ഒരു ഇൻഷുറൻസ് കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഏകദേശം 60,000 രൂപയ്ക്ക് മുകളിൽ, ടു ബി പ്രിസൈസ് 69,000 സംതിങ് ഇൻഷുറൻസ് വരുന്നുണ്ട്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 16,70,000 രൂപയാണ്. 16,70,428 റൗണ്ട് ചെയ്യുമ്പോൾ 16,70,000 രൂപ. അപ്പോൾ ഈ 16,70,000 രൂപയുടെ 20% ആണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ 16,70,000 20% എന്ന് പറയുമ്പോൾ ഏകദേശം 3,34,000 രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇവിടെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മഹീന്ദ്ര താർ റോക്സ് ഉപയോഗിക്കണമെങ്കിൽ മാസം എത്ര രൂപ ശമ്പളമുള്ള ആളായിരിക്കണം നമ്മൾ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ലോണിലേക്ക് വരുമ്പോൾ നമ്മൾ ഫിനാൻസ് ഇട്ടാണ് ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൺ റോഡ് പ്രൈസായ ഈ 16,70,000 രൂപയിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്ന ഡൗൺ പേയ്മെന്റ് 3,34,000 രൂപ കുറച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് ലോൺ ഇടേണ്ടി വരുന്ന തുകയെന്ന് പറയുന്നത് 13,36,000 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് 8% എടുക്കാം. അപ്പോൾ ലോൺ കാലാവധി എന്ന് പറയുന്നത് റൂൾ അനുസരിച്ച് 4 വർഷമാണ്. പക്ഷേ നമുക്കിവിടെ 7 വർഷമായിട്ട് എടുക്കാം. കാരണം 4 വർഷത്തിലൊക്കെ ലോൺ എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. സോ ഇവിടെ നമുക്ക് ലോൺ കാലാവധി 7 വർഷം തന്നെ എടുക്കാം. അപ്പോൾ മന്ത്ലി നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന EMI എന്ന് പറയുന്നത് 17,390 രൂപയാണ്. അപ്പോൾ ഒരു മാസം നമ്മൾ ഇതിന്റെ EMI ആയിട്ട് അടയ്ക്കേണ്ടി വരുന്ന തുക 17,390 രൂപ. ടോട്ടൽ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് നമ്മൾ എടുത്ത ഈ ലോണും പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 18,78,000 രൂപയാണ്. ഇതിന്റെ പുറത്ത് നമ്മൾ 7 വർഷം കൊണ്ട് അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5,42,500 രൂപയാണ്. അപ്പോൾ ഈ മഹീന്ദ്ര താർ റോക്സിന് 7 വർഷം കൊണ്ട് നമ്മൾ ലോൺ തിരിച്ചടച്ചു കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി ചെലവാകുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡൗൺ പേയ്മെന്റ് അടച്ച 3,34,000 രൂപ, പിന്നെ ഈ ലോൺ എടുത്ത എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റും കൂടിയുള്ള 18,78,000 രൂപ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 22,12,000 രൂപയാണ് നമ്മൾ 7 വർഷം കഴിയുമ്പോൾ മഹീന്ദ്ര താർ റോക്സിന് ടോട്ടലായിട്ട് അടയ്ക്കേണ്ടി വരുന്ന തുക. അപ്പോൾ ഇതിന്റെ മാർക്കറ്റിംഗ് ആലോചിച്ചോണം. 14,100,000 രൂപ കുറച്ച് 13 ലക്ഷത്തിന്റെ റേഞ്ചിൽ നിന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ 13,99,000 രൂപയ്ക്ക് വണ്ടി ലോഞ്ച് ചെയ്തു. ഇനി 7 വർഷം നമ്മൾ ഇതിന്റെ ലോണൊക്കെ അടച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ 7 വർഷം കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യണം, എന്തായാലും 7 വർഷം പഴക്കമായി, അപ്പോൾ ഈ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യണം തോന്നുകയാണെങ്കിൽ നമ്മളപ്പോൾ ഇതിനെ വിൽക്കാൻ ശ്രമിക്കും. എന്തായാലും യൂസ്ഡ് കാറിന് ഡിപ്രിസിയേഷൻ ഉണ്ട്. ഈ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് ഷോറൂം പ്രൈസ് വെച്ചിട്ടാണ്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ 5% ഡിപ്രിസിയേഷൻ, 6 to 1 വർഷത്തിനുള്ളിൽ 15% ഡിപ്രിസിയേഷൻ, 1 വർഷം മുതൽ 2 വർഷം വരെ 20%, 2 മുതൽ 3 വർഷം വരെ 30%, 3 മുതൽ 4 വർഷം വരെ 40%, 4 മുതൽ 5 വർഷം വരെ 50%. അപ്പോൾ 4 മുതൽ 5 വർഷം വരെ ഏകദേശം 50% ഡിപ്രിസിയേഷൻ. ഇനിയിപ്പോൾ നമുക്ക് 7 വർഷം കഴിയുമ്പോഴും ഈ 50% തന്നെ ഡിപ്രിസിയേഷനായിട്ട് എടുക്കാം. അപ്പോൾ 14 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയുടെ 50% ഡിപ്രിസിയേഷനിൽ ഇപ്പോൾ വണ്ടിക്ക് വില 7 ലക്ഷം രൂപ. അപ്പോൾ ഈ 7 വർഷം കൊണ്ട് നമ്മുടെ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയായിട്ടുണ്ട്. അപ്പോൾ ലോൺ ഉൾപ്പെടെ നമ്മൾ 7 വർഷം കൊണ്ട് അടച്ച തുക എന്ന് പറയുന്നത് 22,12,000 രൂപയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 7 ലക്ഷം രൂപ. അപ്പോൾ ഒറ്റയടിക്ക് 7 വർഷം കൊണ്ട് നമുക്ക് നഷ്ടമായിരിക്കുന്ന തുക എന്ന് പറയുന്നത് ടോട്ടൽ ചിലവായി 22,12,000 നിന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള 7 ലക്ഷം കുറച്ച് കഴിയുമ്പോൾ 15,12,000 രൂപയാണ് ഈ ഒറ്റ താർ റോക്സ് വാങ്ങിച്ചതുകൊണ്ട് 7 വർഷം കൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം. അപ്പോൾ ഒരു വർഷം നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 2,16,000 രൂപ. ഒരു മാസം നമുക്ക് മഹീന്ദ്ര താർ റോക്സ് ഉപയോഗിക്കുമ്പോൾ വരുന്ന നഷ്ടം എന്ന് പറയുന്നത് 18,000 രൂപ. അപ്പോൾ ഇനിയൊരു മഹീന്ദ്ര താർ റോക്സ് അഫോർഡ് ചെയ്യണമെങ്കിൽ മാസം നിങ്ങളുടെ സാലറി എത്ര ആയിരിക്കണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മന്ത്ലി EMI എന്ന് പറയുന്നത് 17,000 രൂപയാണ്. അതുപോലെ രണ്ടാമത്തെ വർഷം മുതൽ ഏകദേശം ഒരു ആവറേജ് ഇൻഷുറൻസ് ഏറ്റവും കുറഞ്ഞത് 30,000 രൂപ നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏകദേശം 40,000 45,000 ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞ 30,000 ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ ആനുവൽ മെയിൻ്റനൻസും ഏറ്റവും കുറഞ്ഞൊരു 15,000 രൂപ നമ്മൾ മുടക്കേണ്ടി വരും. അപ്പോൾ ഒരു വർഷം ഇൻഷുറൻസും ആനുവൽ മെയിൻ്റനൻസും കൂടിയിട്ട് ഏകദേശം 45,000 രൂപ വരും. അപ്പോൾ ഈ 45,000 ഒരു വർഷം ചിലവാക്കുന്നതിന് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് ഒരു മാസത്തിൽ എത്ര ആകും എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 45,000 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 3,750 രൂപയാണ് ഇതിൻ്റെ മെയിൻ്റനൻസും ഇൻഷുറൻസും ആയിട്ടൊരു മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഇത് ഈ 3,770 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഇനി നമുക്ക് ഫ്യൂവലിന് ചിലവാകുന്നത്. കാരണം നമ്മുടെ മെയിൻ്റനൻസും ഫ്യൂവലും EMIയും കൂടി
നമ്മുടെ സാലറിയുടെ 10% വരാൻ പാടുള്ളൂ റൂള്. ഇനി നമുക്ക് മൈലേജ്, അതായത് നമുക്ക് ഫ്യൂവൽ എത്ര വേണ്ടി വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മാസം ഏറ്റവും കുറഞ്ഞ ഒരു 1000 കിലോമീറ്റർ ഓടുന്ന ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ ഡീസലിൻ്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 96 രൂപയാണ്. അപ്പോൾ താർ റോക്സിൻ്റെ മൈലേജ് നമുക്ക് ഒരു ഐഡിയൽ കണ്ടീഷൻ 16 പറയാം. 16 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് നമുക്ക് താർ റോക്സിൻ്റെ മൈലേജ് പറയാം. അപ്പോൾ 1 ലിറ്ററിന് 16 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ 1000 കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ പെട്രോൾ വേണ്ടി വരും? അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 62.5 ലിറ്റർ നമുക്ക് 1000 കിലോമീറ്റർ ഓടാൻ വേണ്ടി വരും. 62.5 ലിറ്റർ ഡീസലിന് ലിറ്ററിന് 96 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ ചിലവാകും? ഏകദേശം ഒരു റൗണ്ട് ഫിഗർ 6000 രൂപയാണ് നമുക്ക് 62.5 ലിറ്റർ ഡീസലിന് ചിലവാകുന്നത്. അപ്പോൾ ഒരു മാസം ഡീസലിന് നിങ്ങൾക്ക് ചിലവാകുന്ന തുകയെന്ന് പറയുന്നത് 6000 രൂപയാണ്. അപ്പോൾ ഈ 6000 പ്ലസ് നമ്മുടെ മന്ത്ലി മെയിൻ്റനൻസ് ആയിട്ടുള്ള 3750, പിന്നെ നമ്മുടെ EMI ആയിട്ടുള്ള ഈ 17000. അപ്പോൾ ടോട്ടൽ നമുക്ക് ഏകദേശം വരുന്നത് 27050 രൂപയാണ്. ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 27000 രൂപ. അപ്പോൾ ഒരു മാസം നമുക്ക് ഈ താർ റോക്സിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 27000 രൂപയാണ്. അപ്പോൾ ഈ 24/10 ഈ റൂള് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തെ നമ്മുടെ സാലറി എന്ന് പറയുന്നത് 2,70,000 രൂപയായിരിക്കണം. പോട്ടെ, നമ്മുടെ മാസത്തെ 20% പിടിച്ചു. നമ്മുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 20% നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെന്നിരിക്കട്ടെ. എന്നാൽ പോലും നമുക്ക് 1,35,000 രൂപ വേണം. കാരണം ഈ വണ്ടി മാത്രമല്ല, നമുക്ക് വേറെയും ചിലവുകൾ കാണും. ഇപ്പോൾ ഒരു വീട് വെച്ച ആളാണെങ്കിൽ ഹോം ലോൺ കാണും, കുട്ടികളുള്ള ആളാണെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടിലെ മറ്റ് ചിലവുകൾ, പിന്നെ സേവിങ്സിനായിട്ട് മാറ്റി വെക്കണം, അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ചിലവുകളും കാണും. എന്നാൽ പോലും 20% മാറ്റി വെച്ചാൽ പോലും 1,30,000 രൂപ വേണം ഫിനാൻഷ്യലി വലിയ തകരാറില്ലാതെ മഹീന്ദ്ര താർ റോക്സ് അഫോർഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഇത്രയൊക്കെ മുടക്കി ഉപയോഗിച്ചാലും എൻഡ് ഓഫ് ദ ഷോ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് 15,12,000 രൂപയാണ്. അപ്പോൾ ഈ 15,12,000 മാത്രമാണോ നമുക്കുണ്ടാകുന്ന നഷ്ടം? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ 7 ലക്ഷം നമുക്ക് തിരിച്ചു കിട്ടും, ഓക്കെ. പക്ഷേ ആ 7 ലക്ഷത്തിന് 7 വർഷം കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ 7 ലക്ഷത്തിൻ്റെ വാല്യൂ ഉണ്ടാവില്ല. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ 7 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ 7 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ ഒരു 4-4.5 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയും നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. അപ്പോൾ ടോട്ടലി നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് ഈ ഡയറക്റ്റായിട്ട് പോകുന്ന 15,12,000, പിന്നെ ഇൻഫ്ലേഷൻ മൂലം നമുക്ക് തിരിച്ച് കിട്ടുന്ന പൈസയിൽ നഷ്ടപ്പെടുന്ന 3 ലക്ഷവും. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് 18 ലക്ഷമാണ് 7 വർഷം കൊണ്ട്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഞാൻ താർ റോക്സ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു? എന്നെ സംബന്ധിച്ച് താർ റോക്സ് വാങ്ങുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യമല്ല, ഒരു ആവശ്യമല്ല, എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ്. കാരണം എനിക്ക് ഓൾറെഡി മറ്റൊരു കാറുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ആഡംബരം മാത്രമാണ് താർ റോക്സ് വാങ്ങിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു കാറിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ താർ റോക്സ് എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഫസ്റ്റ് കാറായിട്ട് വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ടോട്ടൽ മന്ത്ലി സാലറിയുടെ ഒരിക്കലും ഒരു 25% മാക്സിമം മുകളിൽ പോകാതിരിക്കുക. കാരണം പിന്നീട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ജീവിതത്തിൽ മറ്റ് ചിലവുകളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം, ഈ സെയിം എമൗണ്ട് ഞാനൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്ത ഈ 3,34,000 രൂപ ഏകദേശം നമ്മളിപ്പോൾ നേരത്തെ ഒരു NFOയുടെ കാര്യം പറഞ്ഞു, അതുപോലെ 25 CAGR ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 10 വർഷം കൊണ്ട് ഞാൻ ഈ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന 3,34,000 രൂപ എന്നുള്ളത് 33,40,000 രൂപയായിട്ട് മാറും. 10 ഇരട്ടിയായിട്ട് മാറും. പിന്നെ നമ്മൾ ഈ മന്ത്ലി EMI ആയിട്ട് അടയ്ക്കുന്ന ഏകദേശം ഈ 18,000 രൂപ. ഈ 18,000 രൂപ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങുകയാണെങ്കിൽ, മാസം ഇതിൻ്റെ EMI ആയിട്ട് അടയ്ക്കുന്ന ഈ 18,000 രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് 25% CAGR ഉള്ള മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അത് ഏറ്റവും ഒരു ബേസിക് ആണ്. ഏറ്റവും കുറഞ്ഞത് 96 ലക്ഷം രൂപയാവും. അപ്പോൾ ഇതിൻ്റെ ഞാൻ ചെയ്ത കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഏകദേശം 96 ലക്ഷം രൂപയാണ് 10 വർഷം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്, ഏറ്റവും കുറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ NFOയിലൊക്കെ 3 കോടി വരെ റിട്ടേൺ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഐഡിയൽ കണ്ടീഷനിൽ നോക്കാം, എന്നാലും 96 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഈ അടച്ച ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ റിട്ടേൺ 33,40,000 രൂപ. പിന്നെ നമ്മൾ ഈ 18,000 രൂപ EMIക്ക് വേണ്ടി മാറ്റി വെച്ച 18,000 രൂപ SIP ആയിട്ട് അടയ്ക്കുമ്പോൾ അതിൽ നിന്ന് 10 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന 96 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ മഹീന്ദ്ര താർ എടുക്കാതെ ആ എമൗണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 1,29 ലക്ഷം രൂപയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കും, താറിന് നമ്മളതിന് 10 വർഷമല്ലോ 7 വർഷമല്ലോ EMI അടയ്ക്കുന്നുള്ളത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 1 കോടി രൂപ കിട്ടുന്നുണ്ട്. ഈ 29 ലക്ഷം രൂപ വേണ്ടാന്ന് വെച്ചാൽ 1 കോടി രൂപ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് അത്യാവശ്യം നല്ലൊരു കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് താർ ഇപ്പോൾ എടുക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു അനാവശ്യമാണ്, ഒരു മോശമായിട്ടുള്ള തീരുമാനമാണ്. കാരണം ഞാൻ ഭാവിയിൽ വലിയൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഫിനാൻഷ്യലി ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതി ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ താർ എടുത്താൽ 7 വർഷം കഴിയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ താർ എടുക്കുന്നില്ല, അത് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 7 വർഷം കഴിയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. സോ തീർച്ചയായിട്ടും ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. താർ റോക്സ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. കാരണം അതെൻ്റെ അത്യാവശ്യമല്ല, ആവശ്യമല്ല, ഒരു ആഡംബരമാണ്. അപ്പോൾ നിങ്ങളും വേണ്ടാന്ന് വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മിനിമം ഒരു 1 lakh എബോവ് എങ്കിലും സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ ഒരു ഫസ്റ്റ് കാറായിട്ട്, നിങ്ങളുടെ ഒരു പ്രൈമറി കാറായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോക്കാം ഒരു 1 lakh എബോവ് സാലറി ഒക്കെ ഉണ്ടെങ്കിൽ. കാരണം ഏകദേശം ഇത്രത്തോളം അതിൻ്റെ എക്സ്പെൻസ് വരും. അപ്പോൾ അതാണ് ഫിനാൻഷ്യലി വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതല്ല 50,000 രൂപ സാലറി ഉള്ള ആളുകളും 40,000 രൂപ സാലറി ഉള്ള ആളുകൾക്കൊക്കെ വാങ്ങിക്കാം. കാരണം 18,000 രൂപയെ ഇതിൻ്റെ മന്ത്ലി EMI വരുന്നുള്ളൂ. ബാക്കിയുള്ള ഇതിൻ്റെ മന്ത്ലി എക്സ്പെൻസ് ഒന്നും ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ലോങ് റണ്ണ് കഴിയുമ്പോൾ 5 പൈസ ഇവർക്ക് സമ്പാദ്യം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കൈ കിട്ടുന്ന സാലറി 1 രൂപ പോലും കൈ നിൽക്കാതെ മുഴുവൻ പല പല കാര്യങ്ങളിലാക്കി പോവുകയും ചെയ്യും. എന്നും ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ എന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്ന് മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന അതേ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുമ്പിൽ എനിക്ക് ഭാവിയിലും ജീവിക്കണം. ഇന്ന് താർ റോക്സ് വാങ്ങിച്ചിട്ട് ഭാവിയിൽ 1 രൂപ സമ്പാദ്യം ഇല്ലാതെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ ഒരു ദരിദ്ര ജീവിതം ഭാവിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് എനിക്കൊട്ടും യോജിപ്പില്ല. എനിക്കതൊട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. സോ ഇതാണ് എൻ്റെ ചോയ്സ്. അപ്പം താർ റോക്സിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാർ എടുക്കുമ്പോഴും നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ NFOയുടെ കാര്യം മറക്കാതിരിക്കുക. മാക്സ് ലൈഫിൻ്റെ അത്യാവശ്യം നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു NFO ആണ്. ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5 lakh crores ആണ്. അപ്പോൾ ഓഗസ്റ്റ് 31 വരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഇതിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. So I hope you find this video helpful. If you like this video, please like, share and subscribe. And please don't forget to enable the bell button. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻസ് പരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. I'll see you in my next video. I am Adil Hussain, signing off.